ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ആൻവിൻ്റെ കൂടിയാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ഇവള് വരാറുണ്ട്. സോ ഇന്ന് നമുക്ക് എന്തായാലും ഒരു ഗെറ്റ് റെഡി ഒന്നുമല്ല, ഒരു ഗോസ്റ്റിൻ്റെ ലുക്ക് ചെയ്തെടുക്കാം. അതും ആൻറ്റിയായിട്ട് എനിക്ക് ചെയ്തു തരുന്നത്. ഫസ്റ്റ് തന്നെ വാരിക്കോരി ഫൗണ്ടേഷൻ തരുന്നുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് വാരിക്കോരി എടുക്കുന്ന ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരൊന്നും പറയില്ല. സോ അതൊക്കെ എടുത്ത് ഇവളിങ്ങനെ തേച്ച് ഒരുമാതിരി പുട്ടിങ്ങനെ അടിച്ചു വെച്ച പോലെ ഉണ്ട്, പ്രിന്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. മതി ഗൈസ്. സോ അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവളെന്നിട്ട് വീണ്ടും കയ്യിലുള്ളതൊക്കെ എൻ്റെ മുഖത്തേക്ക് തന്നെ ചെയ്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവള് വേറെന്തോ സാധനം എടുക്കാൻ പോയി. എന്തിനാണെന്നൊന്നും ഇന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിരുന്നു. എന്തൊക്കെയാണ് ഇപ്പം എനിക്കൊന്നും ഓർമ്മയില്ല എന്താ പറയേണ്ടതെന്നു. കുറേ കോപ്രായങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഗൈസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ലിബാമാണെന്ന് തോന്നുന്നത്. അതൊക്കെ എടുത്ത് എൻ്റെ ചുണ്ടിൽ തേക്കുന്നത്. പിന്നെ മിണ്ടാനും പറ്റില്ല, കാരണം ഈ സാധനമാണല്ലോ ഉള്ളത്. അങ്ങനെ അതെങ്ങനെയെങ്കിലും ചെയ്തിട്ട് അടുത്ത ചെയ്യാൻ നോക്കുമ്പോണ്ടേ ഇവൾ പുട്ടിക്ക് വീണ്ടും ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അവളെ പോക്കി എന്നിട്ട് ഇവളെ നിന്നില്ല, തലയൊക്കെ എടുത്ത് തിരിച്ചിട്ടാണ് ലിബാമൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കോപ്രായങ്ങൾ. എന്തിനാണ് വെറുതെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് തകർക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മളുടെ ആൻറ്റിയുടെ വരവ്. അതൊരു അസാധ വരവായിരുന്നു. എന്താന്നല്ലേ, കൺമശി എടുത്തിട്ട് വരുന്നത്. ഞാൻ അമ്മയെന്നൊക്കെ വിളിച്ച് എൻ്റെ അമ്മ അതൊക്കെ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് മക്കളെ ഞാൻ കണ്ണ് പൂട്ടി നിൽക്കുമായിരുന്നു. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ പ്രേതം എൻ്റെ പുപ്പിന് വന്ന് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഒക്കെ അക്ഷരമാല പഠിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് നിന്നിട്ട് ഈ ആൻറ്റി പൊട്ടിച്ച് എനിക്ക് വെറുതെ പോലെ. അങ്ങനെ അത് കഴിഞ്ഞ് മറ്റേ കണ്ണു കൂടെ ആക്കിയവള് ഞാൻ ശരിക്കും പേടിച്ചുപോയി. കാരണം കണ്ടില്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി കൺഫ്യൂഷനുള്ള മൂക്കിലും ചിന്നിലൊക്കെ ചെയ്തു. അത് എന്നിട്ട് അത് പിന്നെ തെർമോക്കോളിൻ്റെ ഒരു ഇതെടുത്ത് വന്നിട്ട് എൻ്റെ ഇതിലൊക്കെ ആക്കിയിട്ടുണ്ട്. സ്പോഞ്ചാണ് തെർമോക്കോൾ എന്താണെന്ന് എനിക്കറിയില്ല. സോ അതെടുത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ദേഷ്യം കുറേ കോപ്രായങ്ങൾ ശരിക്കത്തെ ഗോസ്റ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫണ്ണിയസ്റ്റ് മൂമെൻറ്റ്സ് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും ഇവള് ചോരയ്ക്ക് വൈറ്റ് കളർ ഇടുന്നത്. അത് ഞാൻ വിചാരിച്ച് ഫൗണ്ടേഷൻ വാരിക്കോരിയിടുന്നത്. എനിക്കറിയില്ല, ലിപ്സ്റ്റിക് ഇവിടെ ഇല്ലായിരുന്നു. അത് ലിപ്സ്റ്റിക്ക് ഇല്ലാത്തോണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇങ്ങനെയാണോ ഇടുക. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം ശരിക്കും ഞാനൊരു സായിപ്പിൻ്റെ വെള്ള തടിയുള്ള സായിപ്പ്. അത് കഴിഞ്ഞപ്പോൾ പൂച്ചേൻ്റെ ഇതൊക്കെ രോഗമൊക്കെ എടുത്തിട്ട് മുഖത്താക്കി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പൊട്ടിച്ചിരി. എനിക്ക് പിന്നെ ചിരിക്കാനും പറ്റൂലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഭദ്രകാളിയാവും. മതി ഞാൻ അധികം കൗണ്ടർ അടിക്കല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിരിയത്തിലൊക്കെ ഫൗണ്ടേഷൻ അമ്മ അറിയുകയാണെങ്കിൽ എന്നെ കൊല്ലും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയും ഇവിടെ കൂടെ നിന്നാൽ ഒന്നും നടക്കൂല. അപ്പം എന്തായാലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. സോ ഗൈസ് ബൈ. ഇനി നമ്മൾ ലൈക്കും സബ്സ്ക്രൈബും അടിക്കണം.